ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ പാർപ്പിട സമുച്ചയത്തിന് നേരെ ആക്രമണം നടന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 13 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രയേലോ അമേരിക്കയോ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ഹോർമൂസ് കടലിടുക്ക് തുറക്കണം എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ടെഹ്റാനിലെ ഷെരീഫ് സർവകലാശാലയ്ക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി ജെയിംസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ആശങ്കാജനകമാണ്. കാരണം ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനം അവസാനിക്കാൻ പോവുകയാണ്. ശക്തമായ കടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന വിലയിരുത്തലുകൾ വരുന്ന സമയത്താണ് ടെഹ്റാനിലെ ആക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്? ഗോപി, ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ ആക്രമണം നടക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ നടന്ന ആക്രമണത്തിൽ അവിടുത്തെ ഒരു സർവകലാശാല, ഷെരീഫ് എന്ന സർവകലാശാലയ്ക്ക് നേരെ ആക്രമണമുണ്ട്. പാർപ്പിട സമുച്ചയത്തിന് നേരെ, ഫ്ളാറ്റുകൾക്ക് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ കയറി ഇസ്രായേലും അമേരിക്കയും ആക്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇപ്പോൾ തന്നെ 13 നേരത്തെ, ഇപ്പോൾ 15-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണത്തിൽ 35-ലേറെ പേർ കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗിക സ്ഥിരീകരണം ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. എന്തായാലും ഇറാനും വെറുതെ ഇരിക്കുന്നില്ല. ഇറാൻ ടെല്ലവീവിലും തീരദേശ നഗരമായ ഹൈഫയിലും ഇസ്രായേൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹൈഫയിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇറാനിൽ ആക്രമണം നടക്കുന്നതെന്ന് ഇസ്രായേൽ പറയുന്നു. ഹൈഫയിൽ നടത്തിയതും അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിലാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചത്. ഈ മണിക്കൂറുകളിൽ 2 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഹൈഫ നഗരത്തിലെ പല കെട്ടിടങ്ങളും തകർന്നതിന്റെ വിഷ്വൽസ് പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാനും ഇസ്രായേലും നേരിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഒപ്പം തന്നെ ഗോപി ചോദിച്ചതുപോലെ ഈ ട്രംപ് വീണ്ടും അന്ത്യശാസനം പറഞ്ഞിരിക്കുകയാണ്. സമയം തീരുകയാണ്, ഞാൻ നരകം തുറന്നു വിടും ഇറാനിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ അവിടുത്തെ UN മിഷൻ ഐക്യരാഷ്ട്രസഭയുടെയും ലോക രാജ്യങ്ങളുടെയും സഹായം തേടിയിട്ടുണ്ട്. അമേരിക്ക വലിയ രീതിയിൽ ആക്രമിക്കാൻ പോകുന്നു, നിങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട്. അതിനിടയിൽ ഇറാൻ നടത്തുന്ന ആക്രമണത്തിൽ കുവൈറ്റില് വലിയ രീതിയിലുള്ള ഇത് സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റ്, ഓയിൽ, എണ്ണപ്പാടം എല്ലാം പ്രശ്നത്തിലായിട്ടുണ്ട് ഗോപി. ഇത് കൂടാതെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ബഹ്റിനിൽ ഇന്നലെ വലിയ ആക്രമണമായിരുന്നു. ഒപ്പം തന്നെ മറ്റു ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നീളുന്നു. ലെബനോനിൽ താങ്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിശക്തമായ ഒരു ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ആദ്യ സൂചനയായി വേണമെങ്കിൽ ടെഹ്റാനിൽ ഈ ആക്രമണത്തെ കാണാം എന്നാണ്. രാജ്യാന്തര മാധ്യമങ്ങൾ ഈ വാർത്തയുടെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതേ ഉള്ളൂ. ഇതിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഇസ്രായേലും അമേരിക്കയും ഏറ്റെടുത്തിട്ടില്ല. ഒരിക്കൽ കൂടി പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്നു. അത് കൂടുതൽ കനത്ത രീതിയിലേക്ക് രൂപാന്തരപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾക്കുണ്ട്. പി ജെയിംസ് ആണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മൾ ഈ വാർത്ത പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.